ഹലോ, ഞാൻ KP വർഗീസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരുന്നു. കുറച്ച് പേരത് കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരികയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഞാനിവിടെ ഒരു പുസ്തകം 2 പുസ്തകം രചിച്ചിരുന്നു. ഒന്ന് ഇതാണ്. അതിൻ്റെ പേര് കുഴിച്ചിടപ്പെട്ട താലന്തെന്നാണ്. പിന്നീട് ഒരു പുസ്തകം എഴുതി, സെവൻത് സെൻസ്. അപ്പം അങ്ങനെ 2 പുസ്തകങ്ങൾ എഴുതി. രണ്ടിൻ്റെയും പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. എന്നാൽ ഈ 2 പുസ്തകവും ഇതുവരെ പ്രസിദ്ധീകരിച്ച് കുറച്ച് പേർ കൊടുത്തു എന്നല്ലാതുകൊണ്ട് ഇതിനെ പ്രത്യേകമായിട്ട് ഞാനിത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. കാര്യം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചില്ല, വളരെ പ്രശ്നങ്ങളായിരുന്നു. എന്നാലിപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്നുള്ളതൊന്നുകൂടെ നിങ്ങളെ അറിയിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേര് 7ാം ഇന്ദ്രിയം, സെവൻത് സെൻസ്. ഞാനതിനെപ്പറ്റി ഒരു ഭാഗം ഒന്ന് വായിക്കാം. ഈ പുസ്തകത്തിൽ കൂടി പറയുവാൻ ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഇന്നുവരെ, സ്വർഗം, പ്രപഞ്ചം, ദൈവം, ക്രിസ്തു, മനുഷ്യൻ, ക്രിസ്തുവിൻ്റെ 2ാം വരവ് തുടങ്ങി മനുഷ്യൻ്റെ ഇന്ദ്രിയത്തിൽ മറഞ്ഞിരിക്കുന്നതും ഇന്ന് വരെ കണ്ടെത്താൻ കഴിയാത്തതും മനുഷ്യൻ്റെ ജീവിതത്തിന് അതിപ്രധാനവുമായ കാര്യങ്ങൾ, അവൻ്റെ നിത്യജീവിതത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക്, മനുഷ്യൻ ആരെന്നുള്ള പരമസത്യം ഈ പുസ്തകം നമ്മെ പ്രബോധിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ താലന്ത് എന്ന ഉപമയിൽ കുഴിച്ചിടപ്പെട്ട താലന്ത് ഇതാ നിങ്ങൾക്കായി നൽകുന്നു. സെവൻത് സെൻസ്. എന്താണ് സെവൻത് സെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യനെ 5 സെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് മറ്റ് കണ്ടുപിടുത്തങ്ങൾ, ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ 6ാം ഇന്ദ്രിയം ഉപയോഗിച്ച് പിടിക്കുന്നുണ്ട്. അനവധി ബുദ്ധിയുടെ വിജ്ഞാനം അങ്ങോട്ട് പോകുന്നു. എന്നാൽ ഇന്ന് വരെയും ബൈബിൾ എന്ന് പറയുന്ന ആ കാര്യത്തിൻ്റെ അതിൻ്റെ സത്യം മറഞ്ഞിരിക്കുന്നു. അത് അനവധി ആൾക്കാർ, സയൻറ്റിസ്റ്റുകളും പ്രവാചകന്മാരും അനവധി സുവിശേഷ പണ്ഡിതന്മാരും ഒത്തിരി റിസർച്ച് ചെയ്തിട്ടുണ്ടായിട്ടും ഇതിൻ്റെ യഥാർത്ഥ പൊരുൾ മറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഇതൊരു 7ാം ഇന്ദ്രിയമെങ്കിലും പ്രവർത്തിച്ചേ പറ്റും. അത്രമാത്രം എൻ്റെ ചിന്തകൾ ഇന്നും ഇന്നലെയുമല്ല, ഒരു 40-45 വർഷം കൊണ്ട് ചിന്തിച്ചു. പലപ്പോഴും അതിനൊരു അടിസ്ഥാനം ഉണ്ടായിരുന്നു. അടിസ്ഥാനത്തിൻ്റെ ഇതിലാണ് ഞാൻ ചിന്തിച്ചത് ഇന്ന് വരെയും. എന്നാൽ ഇതുവരെ കണ്ടെത്താത്ത കാര്യമാണ് ഈ പുസ്തകം പറയുന്നത്. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ നിയമം, പുതിയ നിയമം, ഇതിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളുടെ സത്യങ്ങൾ ഇന്ന് വരെ മറഞ്ഞിരിക്കുകയാണ്. ഈ സത്യങ്ങൾ കണ്ടെത്തുവാൻ മനുഷ്യൻ എക്കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിഹാസങ്ങൾ രാമായണവും മഹാഭാരതവുമാണ്. വേദങ്ങളും ഇവയുടെ ഒക്കെയും പൊരുളുകൾ മനുഷ്യൻ്റെ ചിന്തകൾക്ക് അപ്പുറം നിൽക്കുകയാണ്. ഈ സത്യങ്ങൾ കണ്ടെത്തുവാൻ വളരെ പ്രയാസം തന്നെയാണ്. ഇതിൽ ദൈവത്തെ എല്ലാവർക്കും അറിയാം. കാണുവാൻ സാധിക്കാത്ത ശക്തിയും പ്രപഞ്ച സൃഷ്ടാവുമാണ് ദൈവം. എന്നാൽ മനുഷ്യനെ ഇതുവരെ കണ്ടില്ല. കവി പാടിയത് നാം ഓർക്കുന്നു, ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, മനുഷ്യത്വമുള്ളവനെ കണ്ടില്ല. എന്നാൽ ശരിക്കും മനുഷ്യൻ ആരാണെന്ന് ഈ പുസ്തകം കാട്ടിത്തരുന്നു. ബൈബിൾ പറയുന്നു, അന്ത്യകാലം അടുക്കുമ്പോൾ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകും. ഭൂമിക്ക് എന്ത് ഭവിപ്പാൻ പോകുന്നുവെന്ന് മനുഷ്യർ ചിന്തിക്കും. ഭൂമിക്ക് എവിടെയാണ് അടിസ്ഥാനം? ഇതൊരു ഗ്രഹമാണല്ലോ. മനുഷ്യനാണ് ഭൂമിയുടെ അടിസ്ഥാനം. ഭൂമിയുടെ അടിസ്ഥാനം ഇളകുമെങ്കിൽ അത് മനുഷ്യന് തിന്മയിലേക്ക് പോയതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നാശത്തിലേക്ക് പോകുമ്പോൾ അതിന് ജലപ്രളയകാലത്തിന് മുമ്പ് കുരുക്ഷേത്ര യുദ്ധമൊക്കെ ഉണ്ടായ ഒരു സംഭവമൊക്കെ പുരാണ ഇതിഹാസങ്ങളിൽ പറയുന്നുണ്ട്. നാം വിശ്വസിച്ചു, ഹൈന്ദവ വിശ്വാസത്തിലും ഒക്കെ ഇങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ഇത് സത്യമാണ്. ആ കാലഘട്ടങ്ങളിൽ ഭയങ്കര ദൈവം സൃഷ്ടിച്ച ജനം തമ്മിത്തല്ലി ഭയങ്കര യുദ്ധമുണ്ടായി. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു പ്രവണത വരുമ്പോൾ ദൈവത്തിന് സഹിക്കുന്നില്ല. അങ്ങനെയാണ് മനുഷ്യൻ ജലപ്രളയത്തോടുകൂടി ദൈവത്തിൻ്റെ കോപം അത് സംഹരിക്കുവാനായിട്ട് ഉണ്ടായത്. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിനപ്പുറത്ത് മനുഷ്യൻ പോകുമ്പോൾ ഒരു കൺട്രോളും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ദൈവം അങ്ങനെ ചെയ്തു പോകും. ഇന്നിപ്പോൾ ഒരു 3ാം ലോക മഹായുദ്ധത്തിൻ്റെ അതിപ്രസരത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രതിസന്ധി, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സംയുക്ത രാജ്യങ്ങൾ, വിപ്ലവകരമായ പ്രശ്നങ്ങൾ ഒക്കെ അങ്ങോട്ട് കാണുന്നുണ്ട്. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്, ലോകാവസാനം ഉടനെ അല്ല എന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. എങ്കിലും ഇനിയിപ്പോൾ മനുഷ്യൻ കണ്ടെത്തി വച്ചിരിക്കുന്ന യുദ്ധങ്ങൾ അല്ലേ, അതെന്തൊക്കെയാണ്? ചിന്തിക്കുന്നതിനപ്പുറം മനുഷ്യൻ എളുപ്പം ഓരോന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ അന്ത്യത്തിലേക്ക് അവനെങ്ങനെയെങ്കിലും ലോകം അവസാനിപ്പിക്കണം. പക്ഷേ എല്ലാം അവൻ്റെ കാൽ കീഴെ ആവണം. തമ്മിൽ വൈരം, വിദ്വേഷം, വെറുപ്പ്, ഞാനെന്ന ഭാവം,
ഇതൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. അത് വരുമ്പോൾ ഒരു പിടി വിട്ട് കഴിഞ്ഞാൽ സകല മനുഷ്യനെ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബോംബുകളും ഈ ലേസറും ഒക്കെ ഉപയോഗിച്ച് നശിപ്പിച്ചില്ല. അന്നേരം ദൈവത്തിൻ്റെ കോപം ഉണ്ടാവും, ദൈവത്തിൻ്റെ വരവ് സമാഗതമാവും. അന്ന് ജലപ്രളയത്താൽ നശിപ്പിച്ചതുപോലെ ഇന്ന് അഗ്നിയാലായാലും എന്തിനാലായാലും നശിപ്പിച്ചിട്ട് ദൈവം നല്ല ആത്മാക്കളെ അവരെ മാത്രം തിരഞ്ഞെടുത്തിട്ട് മറ്റുള്ളതിനെ എല്ലാം പാതാളത്തിലേക്ക് വിടുവും. അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയാണിത്. എന്നാൽ ഈ സുവിശേഷം എന്ന മഹാസത്യം മറഞ്ഞിരിക്കുന്നു. അതിൽ ഒന്നുപോലും ഇന്നും കണ്ടെത്തിയിട്ടില്ല. ഈ പുസ്തകം അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നു. അറപ്പുരയിൽ മൂടിവെച്ചത് പുരമുകളിൽ ഘോഷിക്കുന്ന കാലം സമാഗതമായിരിക്കുന്നു. പിതാവാം ദൈവവും പുത്രനാം ദൈവവും ദൈവമേകനാണ്. ആ ഏക ദൈവത്തിൽ നിന്നാണ് സർവ്വപ്രപഞ്ചം ഉണ്ടായത്. സമസ്ത സൃഷ്ടികളും ആ ശക്തിയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു. പിന്നെ പുത്രൻ എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. പുത്രൻ എങ്ങനെ? എല്ലാം ഒരു ശക്തിയിൽ നിന്നാണ്, ഒരു ദൈവത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായതെങ്കിൽ, എല്ലാ പ്രപഞ്ചം ഉണ്ടായെങ്കിൽ, ഏക ദൈവമാണ് ലോകത്ത് വിശ്വസിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവ്, ഇതൊക്കെ എങ്ങനെയുണ്ട്? ഇത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നതൊന്ന് നോക്കിയാൽ, ഒന്നാം ഭാഗം അതിൻ്റെ ഒന്ന് പറയുമ്പോൾ ഈ എന്തുകൊണ്ടാണ് ദൈവം പുത്രനായ ക്രിസ്തുവിന് ഒരു സ്ഥാനം കൊടുക്കേണ്ടി വന്നത്? അങ്ങനെ തൻ്റെ ഒരു ഭാഗം തന്നെ ക്രിസ്തുവായി സൃഷ്ടിക്കപ്പെടുകയും ഈ സ്വർഗത്തിലെ മാലാഖമാർ ചെയ്ത പാപങ്ങൾ അല്ലെങ്കിൽ ആത്മാക്കൾ ചെയ്ത പാപങ്ങൾ അവരെ അവിടുന്ന് സംഹരിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനും പിന്നീട് അവരെ ഈ സംഹരിച്ച് അടിച്ചിറക്കപ്പെട്ട ഈ ജനത്തെ തിരികെ രക്ഷിക്കുവാനുള്ള രക്ഷകനുമായിട്ടാണ് യേശുക്രിസ്തുവിനെ അവിടെ അവരോധിക്കുന്നത്. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു പ്രത്യക്ഷത്തിൽ ഒരു രൂപത്തിൽ എടുക്കുവാൻ സാധിക്കത്തില്ല. ഈ കോടാനുകോടി മൈലുകൾക്കും കിലോമീറ്ററുകൾക്കും ആയിരക്കണക്കിന് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് കണ്ണെത്തുവാൻ പാടില്ലാത്തവന്ന് ദൂരെ കിടക്കുന്ന ഈ പ്രപഞ്ചത്തെ എങ്ങനെ ദൈവം രൂപത്തിലേക്ക് എടുക്കുവാനായിട്ട് പറ്റും? അത് സാധിക്കാത്തിടത്തോളം യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ തള്ളപ്പെട്ട മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് അയക്കുകയാണ്. അവിടെ സ്വർഗരാജ്യത്തിൽ എന്താണ് നടക്കാതെ പോയത് അതിവിടെ സാധ്യവുമാവുകയാണ്. കാരണം സ്വർഗത്തിൽ ദൈവത്തെ കൊന്ന് സ്വർഗരാജ്യം പിടിച്ചെടുക്കുവാൻ ആഗ്രഹിച്ച പൈശാചിക ശക്തികളും സാത്താനും അത് അവിടുന്ന് നടക്കാതെ പോയപ്പോൾ ഇനി ന്യായവിധിയൊക്കെ വരുമല്ലോ. അന്ത്യകാലത്ത് ഈ മനുഷ്യനെയെല്ലാം ന്യായം വിധിക്കുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ ദൈവത്തെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ച് സ്വർഗരാജ്യത്തിൽ നശിപ്പിക്കാനായിട്ട് മുടിയനായ പുത്രൻ്റെ ഉപമയാണ് നിങ്ങളോട് പറയുന്നത്. അത് അങ്ങനെ ആയി കിടക്കുന്ന ആ സമയത്ത് നമ്മൾ ദൈവത്തോട് ചോദിക്കും, ഞങ്ങളെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങളെന്തിനാണ് നരകത്തിൽ? ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയാണ് സംഭവം. സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായി വന്നതാണ്, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ക്രിസ്തുവിനെ കൊന്നത് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറയും. ഒഴുകുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു അവിടെ പറയുന്നുണ്ട്, ഇവിടെ വന്നപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ വന്നില്ലായിരുന്നു എങ്കിൽ ഇവിടെ വന്നു, ഇവിടെ ജനിച്ചു, ഇവിടെ ജീവിച്ചു, ഇവിടെ പീഡനങ്ങൾ അനുഭവിച്ചു, ഇവിടെ നിങ്ങൾ എന്നെ കൊന്നു, ഇത്രയും ചെയ്തപ്പോൾ ഇതെല്ലാം നിവർത്തിയാവുകയായിരുന്നു. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഒഴുകൊഴു പറയാൻ ഇതുപോലെ ഒക്കുമായിരുന്നു. അയ്യോ ഞങ്ങൾക്കൊന്നും അതെ, ഞങ്ങൾ നിന്നെ കൊന്നില്ലല്ലോ, ദൈവത്തെ കൊല്ലാൻ നോക്കിയില്ല, ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഇവിടെ വന്ന് യേശുക്രിസ്തു ഇവിടെ വന്നപ്പോൾ അവൻ ദൈവമാണെന്നും അവനിൽ ദൈവമുണ്ടെന്നും ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളും അവനിവിടെ കാണിച്ചു. ഒരു തെറ്റും ചെയ്യാതെ അവനെ പിടിച്ച് എല്ലാവരും കൂടെ ക്രൂശിച്ചു. അപ്പോൾ ആ സ്വർഗത്തിൽ ചെയ്യാൻ പോയതിൻ്റെ ബാക്കി ഇവിടെ ആ ക്രിസ്തുവിനെ കുറിച്ചുകൂടി എല്ലാവരും അവരുടെ പാപങ്ങൾ പൂർത്തിയാക്കി വെച്ചു. അവരുടെ പാപങ്ങളിപ്പം പൂർണ്ണമായി. ഇനി അവർക്ക് ഒരിക്കലും അതിനൊരു ഒഴുകഴുമില്ല, ഈ ക്ഷമിക്കുവാനോ സഹിക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ ആ ക്രിസ്തു എന്ത് ചെയ്തു? യേശുവായിട്ട് ഇവിടെ അവതരിപ്പിച്ച ആ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ഒരു മാർഗം കൂടെ ഞാൻ തരുമോ, ഒരു അവസരം കൂടെ തരുവാണ്. അതാണ് 3 സംവത്സരത്തെ കണ്ട ആ വൃക്ഷത്തിന് ഒരവസരം കൂടെ കൊടുത്തിരിക്കുന്നത്, 4ാമത്തെ അവസരം കൊടുത്തിരിക്കുന്നത്. ഈ അവസരത്തിൽ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ സത്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് സഭകൾ മാറി, മതങ്ങൾ മാറി, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ഇവിടുന്ന് ഓടി വേറെടുത്തോട്ട് പോയാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടുന്ന് ഒരു സഭയിൽ ഒരു ക്രിസ്തു ഉണ്ട്. അതിനെ ഉപേക്ഷിച്ച് നിങ്ങൾ വേറൊരു ക്രിസ്തുവിനെ തേടി പോകുന്നത് പോലെ ഓടുന്നുള്ളൂ. പക്ഷേ ഒരു ക്രിസ്തു ഒന്നേ ഉള്ളെങ്കിൽ ആ ക്രിസ്തുവിൽ വിശ്വസിക്കുക. എവിടെ നിന്നായാലും നിങ്ങൾ തൻ്റെ ഹൃദയത്തിൽ
പൈശാചിക ശക്തി ഹൃദയത്തിൽ നിന്ന് ഇറക്കിയിട്ട് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ചെയ്ത പാപങ്ങൾ പശ്ചാത്തപിക്കുക. അത് ശരിക്കും മുടിയനായ പുത്രൻ്റെ ഉപമയിലെ ആ മുടിയനായ പുത്രൻ ഞാനാണെന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി വേണം എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഇവിടെ 4 മതങ്ങളുണ്ട് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ 4 മതങ്ങൾ. ഒന്ന് ഹൈന്ദവ മതം, പിന്നെ ക്രിസ്തു മതം, ഇസ്ലാം മതം, യഹൂദ മതം. അപ്പോൾ ഇങ്ങനെ 4 മതങ്ങൾ. മറ്റൊത്തിരി അനവധി അതിൻ്റെയോട് ചേരാത്ത അനവധി മതങ്ങളുണ്ട്, ഇങ്ങനെ കിടക്കുക. എന്നാൽ പ്രത്യക്ഷത്തിൽ ഈ 3 മതങ്ങൾ യഹോവയായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. യഹൂദനും മുസ്ലിം മതവും ക്രിസ്ത്യാനിയും. എന്നാൽ ഇവരിൽ 2 മതം ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല. ക്രിസ്തുവിനെ അംഗീകരിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇതാണ്: ക്രിസ്തുവിനെ അംഗീകരിക്കാതെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ, ക്രിസ്തുവിനെ അംഗീകരിക്കാതെ തിരികെ വരണ്ട എന്നുള്ളത് അത് യഹോവയായ അള്ളാഹു അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അള്ളാഹു എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അത് നിങ്ങൾക്ക് ഈ പുസ്തകത്തിലെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബൈബിളിലെ കാണാൻ പറ്റും. ഖുർആൻ പിന്നീട് എഴുതിയപ്പോഴും അതിനകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ മുഹമ്മദ് നബി വന്ന് ഈ മുസ്ലിം മതത്തെ ആക്കുന്നതിന് മുൻപ് സുവിശേഷം അറിയിക്കാൻ വന്ന ഒരാളായിട്ടാണ് ഞാൻ മുഹമ്മദ് നബിയെ കാണുന്നത്. പക്ഷേ അവിടുത്തെ കാലാവസ്ഥയ്ക്കും അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ച് അത് സാധിക്കാതെ പോയി. എന്നാൽ അവർ യേശുക്രിസ്തു ദൈവപുത്രനല്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. ദൈവമേകനേ ഉള്ളൂ, അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കാം, യേശുക്രിസ്തുവിനെ ഒരു പ്രവാചകൻ മാത്രമാക്കാം. എന്നാൽ കന്യകമറിയാമിനെ ഒരു വിശുദ്ധയായിട്ട് അവർ അംഗീകരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനപ്രകാരം ക്രിസ്തുവിനെ സ്വീകരിച്ചു. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഈ ലോകത്ത് ആരെങ്കിലും ദൈവത്തിൻ്റെ വചനപ്രകാരം ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ എല്ലാ പ്രവാചകന്മാർക്കും എല്ലാ ദൈവങ്ങൾക്കും അപ്പനും അമ്മയും ഉണ്ട്, സഹോദരങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന് പിതാവ് ആരാണ്? അങ്ങനെ ഒരു സൃഷ്ടി വചനമായിട്ടുണ്ടായ ആ ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കാമെന്ന് പറയാനും അംഗീകരിക്കുവാനായിട്ട് പറ്റാത്തൊരവസ്ഥ. യേശുക്രിസ്തു പ്രിയപുത്രൻ, ദൈവത്തിൻ്റെ സിംഹാസനത്തെ സംരക്ഷിച്ചവൻ, സ്വർഗരാജ്യം സംരക്ഷിച്ചവൻ, അവൻ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെയാണ് നമ്മൾ കൊന്നിരിക്കുന്നത്. നമ്മളെല്ലാവർക്കും അതിന് പങ്കാളിത്തമുണ്ട്. നമ്മൾ ഇന്ന് ജനിച്ച 2000 വർഷം മുമ്പിൽ ഇത് സംഭവിച്ചത്. ഞങ്ങൾക്ക് എന്തിനാ? അന്നും ഇന്നും എന്നും ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് ഈ അധർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്ര കാലം കഴിഞ്ഞാലും ഇനി ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് വരെയും ഈ സംഗതി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പശ്ചാത്തപിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് തിരികെ ഒരു മടങ്ങിപ്പോക്ക് രക്ഷ പ്രാപിക്കാനുണ്ട്. അല്ലാത്തവർക്കൊന്നും സാധ്യമല്ല. അവരുടെ ദൈവങ്ങളൊക്കെ അങ്ങനെ ആരെയെങ്കിലും രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രക്ഷിച്ചോട്ടെ, അവരുടെ കൂടെ പുറകെ പോകുക, അവരെ ആരെയും തടസ്സപ്പെടുത്തണ്ട. ഇതെല്ലാവരെയും സ്വർഗത്തിൽ തിരികെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പൈശാചിക ശക്തിയോട് ചേർന്ന് നിൽക്കുന്ന അനവധി കോടിക്കണക്കിനുണ്ട് ജനം ഉണ്ട്. അവരൊക്കെയും അവനോടൊപ്പം അവൻ്റെ ഓഹരിയായിട്ട് പാതാളത്തിലേക്ക് പോകേണ്ടിയവർ തന്നെയാണ്. എന്നാൽ ഈ സത്യമൊക്കെ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് ഇരിക്കണം. കാരണം നമ്മൾ തെറ്റെന്താണെന്ന് നമുക്ക് പശ്ചാത്തപിച്ചൊരു കാര്യമുണ്ട്. ഇന്ന് വരെയും നമ്മുടെ സഭകൾക്ക് നാം ചെയ്ത തെറ്റ് മനസ്സിലാവുന്നില്ല. കാര്യം നമുക്കൊരു ജനനവും ഒരു മരണവും ഒരു പുനരുത്ഥാനമെങ്കിൽ ഒരു കൈക്കുഞ്ഞൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ അവൻ എന്ത് തെറ്റ് ചെയ്തു അവനൊന്നും അറിയത്തില്ല. പക്ഷേ നമ്മൾ എത്രയോ കാലം കൊണ്ട് ഇവിടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. അത് ഹിന്ദു വിശ്വാസപ്രകാരം അവർ പുനർജന്മമുണ്ട്. നമുക്കത് ക്രിസ്ത്യാനികൾക്കുമില്ല, മുസ്ലിങ്ങൾക്കുമില്ല, പുനർജന്മമൊന്നുമില്ല. ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ ഈ ക്രിസ്തുവിനെ, അപ്പോൾ ഈ മതങ്ങളെ പറ്റി ഒന്നുകൂടെ ഞാൻ പറയുക. ഹൈന്ദവ മതം ക്രിസ്തുവിനെ അറിയുന്നില്ല, യഹൂദ മതം ക്രിസ്തുവിനെ അറിയുന്നു, അംഗീകരിക്കുന്നില്ല. ക്രിസ്തു മതം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അറിയുന്നില്ല. ക്രിസ്തുവിനെ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. അത് ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനിയായി, പിന്നെ മതം മാറി ക്രിസ്ത്യാനി ആയാലും ശരി വിശ്വസിച്ചു. പക്ഷേ എന്താണ് ആ തെറ്റ്, എവിടെയാണ് തെറ്റ്, നാം ആരാണെന്ന് മനസ്സിലാകാതെ ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നമുക്കത് പശ്ചാത്തപിക്കുവാൻ പറ്റും. പാപം എവിടെയാണ് തുടങ്ങിയത്? പാപം ദൈവരാജ്യത്തിൽ തന്നെ തുടങ്ങിയത്. അപ്പ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ അപ്പൻ്റെ സ്വർഗത്തോട് എവിടെ പാപം ചെയ്തത്? നമ്മളപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വിശ്വസിക്കണം. അവിടുന്ന് നമുക്ക്
ഇവിടെ തള്ളപ്പെട്ടവരാണ് മുസ്ലിം മതം, ക്രിസ്തു ഒരു പ്രവാചകൻ മാത്രം. അവർക്കൊരു പ്രവാചകനായിട്ടിരിക്കുവാനാണ് ക്രിസ്തുവിനെ പറ്റി താല്പര്യം. പക്ഷേ അവിടെ ഒരു തെറ്റുണ്ട്. തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രവാചകനായിട്ടിരിക്കുന്ന ദൈവം വേറെയാണ്. അപ്പോൾ പ്രവാചകൻ മാത്രമായിട്ട് വേണം ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷേ ഈ പ്രവാചകനെ മാത്രമായിട്ട് അംഗീകരിക്കുന്ന ഈ പ്രവാചകൻ മാത്രമേ ഇനി മടങ്ങി വരുവാനുള്ളൂ. അപ്പോൾ ഇത്രയും ശക്തി ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിൽ ഇതെല്ലാം അത്ഭുതങ്ങളും നടത്തി ഇവിടെ ജീവിച്ച് മരിച്ച് സ്വർഗത്തിൽ പോയ ഒറ്റ ഒരാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തു. ലോകത്ത് ആരും നിങ്ങൾ എത്രമാത്രം ഇന്ന് ധൂപപ്രാർത്ഥന ചെയ്താലും, നിങ്ങൾ എത്രമാത്രം മന്ത്രം ചൊല്ലിയാലും ആരും സ്വർഗരാജ്യത്തിൽ പോവുകയില്ല, നരകത്തിലും ആരും പോകുന്നില്ല. അപ്പോൾ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഇനിയും വരും. അപ്പോൾ മുസ്ലിം സമുദായമൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് 1000 സംവത്സരം ഇനി ഞങ്ങളെ ഭരിക്കും, ഈശാ നബി വരും എന്നൊക്കെ മുഹമ്മദിൻ്റെ അവിടെ വീട്ടിൽ ഭവനത്തിൽ ആയിരിക്കും വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ടൊന്ന് സ്വീകരിക്കൂ, അംഗീകരിക്കൂ, അവനിൽ വിശ്വസിക്കൂ. എന്നാൽ മാത്രമല്ല നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ നിങ്ങളെ അംഗീകരിച്ചിട്ട് വേണ്ടേ. ഇനി ഒരു മുസ്ലിം സമുദായം എന്ന് പറയുന്നത് 2600-400 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മുഹമ്മദ് നബിയുടെ കാലഘട്ടം ഇങ്ങോട്ട് വരുന്നത്. അതിനു മുമ്പ് ഈ 600 വർഷം ഇന്ന് ഈ മുസ്ലിമായിട്ടിരിക്കുന്നവർ ക്രിസ്ത്യാനികളായിരിക്കണമായിരുന്നു. അവർ ക്രിസ്തീയ വിശ്വാസത്തിലായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് മുഹമ്മദ് നബി വന്നപ്പം അടുത്ത ലാസ്റ്റ് പ്രവാചകനാണ് വന്നതെന്ന് ആ പ്രവാചകനിലോട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയല്ല, അവരവിടെ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടേ ഇല്ലായിരുന്നു, അവർക്ക് അറിയത്തേ ഇല്ലായിരുന്നു. പക്ഷേ മുഹമ്മദ് നബി വന്നിട്ട് ഇപ്പോഴും പറയും യേശു ക്രിസ്തു രണ്ടാമത് വരും, അങ്ങനെ ഈ ലോകം ഭരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത്രയും പവറുള്ള ഒരു ശക്തിയുണ്ട്. അതെന്തിനായിരിക്കും? അവൻ ദൈവത്തിൻ്റെ പ്രിയ പുത്രനാണ്. എല്ലാവരും പുത്രന്മാരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മളും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, നമ്മളെല്ലാം പുത്രന്മാർ തന്നെ. പക്ഷേ പ്രിയപുത്രൻ, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവനാണ് പ്രിയപുത്രൻ. അവൻ്റെ രാജ്യം സംരക്ഷിച്ചവൻ, സ്വർഗരാജ്യം സംരക്ഷിച്ചവനാണ് പ്രിയപുത്രൻ. അത് അവനിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഉണ്ടായിട്ടാണ് അത് ചെയ്യാൻ പറ്റിയത്. അവനിൽ തിന്മയില്ല, നന്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഭൂമിയിൽ ഉള്ള സകല മനുഷ്യർക്കും രക്ഷകൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരാണ് സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട മാലാഖമാർ. അവർ ക്രിസ്തുവിൽ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാൽ മാത്രമേ തിരികെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. യഹോവ, അള്ളാഹ്, ഈശ്വരൻ, യാഹ്, ഈ പേരുകളെല്ലാം പിതാവാൻ ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്വർഗത്തിൽ എല്ലാവരും ഏകദൈവത്തെയാണ് ആരാധിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെ, എപ്പോഴും അങ്ങനെ തന്നെ വേണം. എന്നാൽ സ്വർഗത്തിൽ നിന്നും അകന്നുപോയവർക്ക് തിരികെ ചെല്ലുവാൻ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കണമെന്ന് പിതാവാൻ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് അംഗീകരിക്കുകയാണ് മനുഷ്യൻ്റെ ആവശ്യം. എല്ലാ മതങ്ങൾക്കും സത്യം അറിഞ്ഞിരിക്കുന്നു. അതിനാൽ എൻ്റെ മതമാണ് വലുത്, ഞാനാണ് വലുതെന്ന ചിന്താഗതി മാറ്റി ക്രിസ്തുവിൽ വിശ്വസിച്ച് ഏറ്റു പറയുക. സകല മനുഷ്യൻ്റെയും ആത്മാവിനെ ദൈവം സ്വർഗത്തിൽ തിരികെ കയറ്റും. ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപത്തെ ഏറ്റു പറഞ്ഞ് ഇനി ഒരിക്കലും ഞാൻ സ്വർഗത്തിൽ ചെയ്തു പോയ ഈ പാപങ്ങളും ഭൂമിയിൽ ചെയ്തു പോയ പാപങ്ങളും ഇനി ആവർത്തിക്കുകയില്ല എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ എടുത്ത് പശ്ചാത്തപിക്കുക. മുടിയനായ പുത്രൻ്റെ ഉപമയുടെ ആ പശ്ചാത്താപം ഓരോ വ്യക്തിയും ഓരോ മനുഷ്യനും ചെയ്താൽ ആ ചെയ്യുന്ന സകല മനുഷ്യനോടും അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് സ്വർഗത്തിലേക്ക് തിരികെ എടുക്കപ്പെടും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു, സത്യവേദ പുസ്തകം ബൈബിൾ വിശ്വസിക്കുന്നവർ മാത്രമാണ് ഈ പുസ്തകം മനസ്സിലാകുക. മറ്റ് ഗ്രന്ഥങ്ങൾ ഇതുമായി സാമ്യമുണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ്. ദൈവകൽപ്പന പാലിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. അത് പാലിക്കാത്തതാണ് മനുഷ്യൻ്റെ പതനത്തിന് കാരണം. പ്രയാണ കാലത്ത് ദൈവത്തെ മറന്ന് മനുഷ്യൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി നമസ്കരിക്കുന്നു. ദൈവത്തിൻ്റെ കോപമുണ്ടായിട്ട് അവരെ ശിക്ഷിക്കുകയാണ്. എന്നാൽ അവർക്ക് സർപ്പത്തിൻ്റെ ദംശനം ഏറ്റിട്ട് മരിക്കുന്ന അവസ്ഥ വന്നപ്പോൾ ദൈവം ജനത്തോട് നിലവിളിക്കുന്നു. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞൊരു പിത്തള സർപ്പത്തെ പാളയത്തിൻ്റെ നടുവിൽ ഉയർത്തി അതിനെ നോക്കുന്നവൻ മരിക്കാതെ രക്ഷ പ്രാപിക്കുമെന്ന് അരുളിച്ചത്. ഈ പിത്തള സർപ്പത്തെ ഉയർത്തിയ ദൈവ പദ്ധതി മനുഷ്യൻ്റെ ജഡീകമായ ജീവൻ നിലനിർത്തുവാനാണെങ്കിൽ ഗോൽഗൊഥായിൽ നാട്ടിയ കുരിശും ക്രിസ്തുവും മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി തീരുന്നു. മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് കുരിശിൽ അടയാളമായിരിക്കുന്നു. കുരിശിനെ നോക്കുന്നവർ സകല അനർത്ഥങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നു.